അഞ്ചൽ കൂട്ടക്കൊലക്കേസിൽ DNA പരിശോധനയ്ക്കൊരുങ്ങി CBI. 18 വർഷത്തിന് ശേഷം പിടിയിലായത് കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയവർ തന്നെയെന്ന് സ്ഥിരീകരിക്കാനാണ് DNA പരിശോധന. പോണ്ടിച്ചേരിയിൽ പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരും പ്രതികളാകും. CBI ചെന്നൈ യൂണിറ്റ് അന്വേഷണ സംഘം വീണ്ടും കൊച്ചിയിലെത്തും. 10 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകും. 18 വർഷം മുമ്പ് കൊലപാതകം നടത്തുമ്പോൾ ദിപിൽകുമാറിന് 23 വയസ്സും രാജേഷിന് 28 വയസ്സുമായിരുന്നു പ്രായം. 41 വയസ്സും 46 വയസ്സിലും എത്തിയ പ്രതികളെ വർഷങ്ങൾക്ക് ശേഷമുള്ള രൂപമാറ്റത്തിൽ തിരിച്ചറിയുക ശ്രമകരമാണ്. ഈ സാഹചര്യത്തിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായം കൂടി അന്വേഷണ സംഘങ്ങൾ തേടിയിരുന്നു. വിഷ്ണു എന്നും പ്രദീപ് എന്നുമുള്ള പേരുകളിൽ കഴിഞ്ഞിരുന്ന പ്രതികൾ തന്നെയാണ് അറസ്റ്റിലായ പ്രതികളെന്ന് ശാസ്ത്രീയമായി തെളിയിക്കുകയാണ് CBIക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളി. ഇതിനാണ് DNA പരിശോധനയിലേക്ക് കടക്കുന്നത്. മാതാപിതാക്കളുടെയോ അടുത്ത ബന്ധുക്കളുടെയോ DNA സാമ്പിളുകൾ ശേഖരിച്ച് പ്രതികളുടേതുമായി ഒത്തുനോക്കേണ്ടതുണ്ട്. കൊലപാതകങ്ങൾ നടത്തിയ വാടക വീട്ടിൽ നിന്ന് ശേഖരിച്ചിരുന്ന തെളിവുകൾ, രക്തക്കറകൾ, വിരലടയാളങ്ങൾ എന്നിവയും ഒത്തുനോക്കേണ്ടതുണ്ട്. ദിപിൽകുമാറിനെയും രാജേഷിനെയും 2008 മുതൽ പോണ്ടിച്ചേരിയിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരും വിവരമറിഞ്ഞിട്ടും രഹസ്യമാക്കി വെച്ചവരും പ്രതികളാകും. 2016 ഫെബ്രുവരിയിലാണ് രഞ്ജിനി എന്ന യുവതിയെയും 17 ദിവസം പ്രായമുള്ള 2 കുട്ടികളെയും വെട്ടേറ്റ് മരിച്ച നിലയിൽ അഞ്ചലിലെ ഇവർ താമസിച്ച വാടക വീട്ടിൽ കണ്ടെത്തിയത്. CBI ഏറ്റെടുത്ത കേസിൽ പ്രതികളെ വലയിലാക്കാൻ നിരന്തരമായി CBI നടത്തിയ നീക്കങ്ങൾ ഒടുവിൽ അറസ്റ്റിലേക്ക് എത്തുകയായിരുന്നു. ജനം, കൊച്ചി.